വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി യേശുവിൽ എനിക്ക് ഏറ്റവും സ്നേഹം നിറഞ്ഞ ഷാലോം പ്രേക്ഷകരെ, നിങ്ങളെ എല്ലാവരെയും കർത്താവായ യേശുവിൻ്റെ വലിയ നാമത്തിൽ ഈ വചനാഗ്നി ശുശ്രൂഷയിലേക്ക് ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുകയാണ്. അടുത്ത ഒരു തിരുനാളിലേക്ക് സഭ ഇതാ മുന്നോട്ട് പോകുകയാണ്. നാം എല്ലാം പെന്തക്കോസ്ത തിരുനാളിനു വേണ്ടി ഒരുങ്ങുന്ന ഈ അവസരത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ വലിയ നിറവിൽ നയിക്കപ്പെടുവാൻ, ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്ന വിശ്വാസ ജീവിതം നയിക്കുവാൻ ഈ അവസരം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. നിങ്ങളതിനു വേണ്ടി ദാഹിക്കണം, അതിനുവേണ്ടി ഒരുങ്ങുന്നവരായി നിങ്ങൾ മാറട്ടെ. അതിനായി ദൈവവചനം നമുക്ക് ശ്രവിച്ച്, ദൈവവചനം പഠിച്ച് ധ്യാനിച്ച് നമ്മുടെ ജീവിതത്തിൽ അന്വർത്ഥമാക്കാൻ നമുക്ക് പരിശ്രമിക്കാം. ആമേൻ. ഇന്ന് നമ്മൾ ചിന്തിക്കുന്ന വിഷയം, എന്തിനാണ് ദൈവം തൻ്റെ ആത്മാവിനാൽ നമ്മെ അഭിഷേകം ചെയ്യുന്നത്? എന്തിനാണ് ദൈവം നമ്മളെ പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്യുന്നത്? ഇന്ന് പലർക്കും ഞാൻ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം എന്നിലുണ്ടോ എന്ന് പോലും ഇന്ന് അനേകർക്ക് സംശയമാണ്. അനേകർക്ക് സംശയത്തിലാണ്. ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പ് തീരുമ്പോൾ, അല്ലെങ്കിൽ ഒരു ധ്യാന ശുശ്രൂഷയുടെ അവസാന സമയത്ത് നമുക്കൊരു തോന്നലുണ്ടാകും, പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ ഞാൻ നിറഞ്ഞു എന്ന്. എന്നാൽ പുറത്തോട്ടിറങ്ങുമ്പോൾ, അല്ലെങ്കിൽ പിറ്റേ ദിവസം വീണ്ടും പഴയപടിയാണ് നമ്മുടെ ഉള്ളിൽ നമ്മളോട് തന്നെ ഒരു ചോദ്യം, പരിശുദ്ധാത്മാവ് എന്നിലുണ്ടോ? സത്യത്തിൽ ഞാൻ അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ എന്നൊക്കെ. ഒരു സ്ത്രീ എന്നെ ഇടയ്ക്കിടയ്ക്ക് വിളിച്ചു എപ്പോഴും പറയും, ബ്രദറെ നിങ്ങൾ പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണം പ്രാർത്ഥിക്കണമെന്ന്. പിന്നെ അതിന് വേണ്ടി പല വിഷയങ്ങൾ പറയും. അപ്പം ഞാൻ പറയും, നിങ്ങൾ പ്രാർത്ഥിച്ചാലും നിങ്ങളുടെ പ്രാർത്ഥനയും ദൈവം കേൾക്കും. അത് എന്നെ വിളിക്കണമെന്നില്ല, എന്നെപ്പോലെ തന്നെയാണ് നിങ്ങളും. നിങ്ങൾ പ്രാർത്ഥിച്ചാലും പ്രാർത്ഥന ദൈവം നിങ്ങളുടെ കേൾക്കും. അല്ല ബ്രദറെ, നിങ്ങളെപ്പോലെയൊന്നും അഭിഷേകം എനിക്കില്ലല്ലോ, എന്നെപ്പോലെയൊന്നും അല്ല നിങ്ങൾ. നിങ്ങൾക്ക് പ്രത്യേകമായ കൃപയും അഭിഷേകവും ഉണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ പ്രാർത്ഥന ദൈവം പ്രത്യേകമായിട്ട് കേൾക്കുമെന്ന്. അപ്പോൾ ഇന്ന് പലരും ഇങ്ങനെയുള്ള ചിന്താഗതികൾ മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഞങ്ങൾക്കൊന്നും അഭിഷേകമില്ല, അത് അഭിഷേകമുള്ള വേറെ ചില കൂട്ടരുണ്ട് എന്നുള്ളതൊക്കെ. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സത്യം, ഓരോ ദൈവജനവും വിശ്വാസികൾ മനസ്സിലാക്കുക, ദൈവം നമ്മളെ അഭിഷേകം ചെയ്തിരിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 4-ാം അധ്യായം 18-ാമത്തെ തിരുവചനം ഇങ്ങനെയാണ് വായിക്കുന്നത്: കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. യേശു ദേവാലയത്തിൽ ചെന്ന് വിശുദ്ധ ലിഖിതം എടുത്ത് കരങ്ങളിൽ പിടിച്ചുകൊണ്ട് യേശു
പ്രസ്താവിക്കുന്ന ഒരു പ്രസ്താവനയാണിത്. കർത്താവിൻ്റെ ആത്മാവ്, ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് അപ്പോൺ മീ, എൻ്റെ മേൽ ഉണ്ട് എന്ന് യേശു വ്യക്തമായി ശക്തമായി തറപ്പിച്ച് അവിടെ ഉദ്ഘോഷിക്കുകയാണ്, പ്രഖ്യാപിക്കുകയാണ്. എന്തുകൊണ്ടാണ് യേശുവിന് അങ്ങനെ ആ വലിയ സമൂഹത്തിൽ ദേവാലയത്തിൽ വന്ന് ഉറക്കെ ദൈവത്തിൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിലുണ്ട് എന്ന് പറയുവാൻ സാധിച്ചത്? നാളുകൾക്ക് മുമ്പ്, 40 ദിവസങ്ങൾക്ക് മുമ്പ് യോർദാനിൽ വെച്ച് യേശു സ്നാപക യോഹന്നാനിൽ നിന്ന് സ്നാനം സ്വീകരിച്ചപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ ചിറകെട്ടിച്ച് പറന്നു വന്ന് യേശുവിൻ്റെ ദേഹത്ത് മേൽ വരികയും അപ്പോൾ തന്നെ സ്വർഗം തുറന്ന് സ്വർഗത്തിൽ നിന്ന് പിതാവായ ദൈവം ഇതാ ഉറക്കെ പ്രഖ്യാപിക്കുകയും ചെയ്തു, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. പിതാവ്, പുത്ര, പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു സംഗമം യോർദാൻ നദിയിൽ നമുക്ക് കാണുവാൻ സാധിക്കും. അപ്പോൾ ആ പരിശുദ്ധാത്മാവ് യേശുവിൻ്റെ മേൽ വന്നു നിറഞ്ഞു. മാത്രമല്ല, പിതാവായ ദൈവത്തിൻ്റെ സാക്ഷ്യവും അവിടെ ഉണ്ടായി, ഇവനെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന്. അപ്പം അന്ന് യേശു പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു. യേശുവിൻ്റെ അകത്തേക്ക് ആത്മാവ് കടന്നു വന്നു. ഈ ആത്മാവിനാൽ നിറഞ്ഞാണ് യേശു യോർദാനിൽ നിന്ന് മടങ്ങിയത്. ലൂക്കായുടെ സുവിശേഷം 4-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിലാണ് പറയുന്നത്, അവൻ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് യോർദാനിൽ നിന്ന് മടങ്ങി എന്ന്. അപ്പോൾ 40 ദിവസങ്ങൾ കഴിഞ്ഞ് ഇപ്പോൾ ജെറുസലേം ദേവാലയത്തിൽ വന്ന് യേശു ഉറക്കെ പ്രഖ്യാപിക്കുകയാണ്, ആ ആത്മാവ്, യോർദാനിൽ നിന്ന് സ്വീകരിച്ച ആ ആത്മാവ്, സ്വർഗത്തിൽ നിന്നും ഇറങ്ങി വന്ന എൻ്റെ മേൽ നിറഞ്ഞ ആ ആത്മാവ് ഇപ്പോഴും എൻ്റെ ഉള്ളിലുണ്ട്. കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. ഹല്ലേലൂയ. അത് 40 ദിവസം കൊണ്ട് ഇറങ്ങിപ്പോയില്ല. മരുഭൂമി അനുഭവം ഉണ്ടായപ്പോൾ അത് ചുരുങ്ങിപ്പോയില്ല. ആ ആത്മാവിൻ്റെ അഭിഷേകം കെട്ടുപോയില്ല. ആ ആത്മാവ് ഇപ്പോഴും എൻ്റെ മേലുണ്ട്. ഞാൻ അഭിഷേകമുള്ളവനാണ്, ഞാൻ അഭിഷക്തനാണ് എന്ന് യേശു വളരെ ശക്തമായി അവിടെ ഉദ്ഘോഷിക്കുകയാണ്. അപ്പോൾ യേശുവിന് വളരെ വ്യക്തതയും ഉറപ്പുമുണ്ടായിരുന്നു, അന്ന് പ്രാപിച്ച അഭിഷേകം ഇപ്പോഴും എന്നിലുണ്ട് എന്ന്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടായിരിക്കേണ്ട വലിയൊരു കാഴ്ചപ്പാട്, വലിയൊരു ബോധ്യം, വലിയൊരു വെളിപ്പാട് നമുക്കുണ്ടാകേണ്ടത്, ഈ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ മേലുണ്ട്. ഇത് വന്നിട്ട് ചില സമയങ്ങളിൽ ഇറങ്ങിപ്പോയി, നമ്മൾ വീട്ടിൽ നിന്ന് വീട് വിട്ട് ഇറങ്ങിപ്പോയിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്നു കയറുന്നു, വീണ്ടും ഇറങ്ങിപ്പോകുന്നത് പോലെ അങ്ങനെ ഒരു പരിപാടി പരിശുദ്ധാത്മാവിനില്ല. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേലുണ്ട്. ഉണ്ടോ എന്ന് പോലും ഇന്ന് അനേക വിശ്വാസികൾക്ക് സംശയമാണ്. കാരണം ഞാൻ ഈ പാപമെല്ലാം ചെയ്യുന്നതിൻ്റെ കാരണം, ഈ തോന്നുന്ന വഴിയെല്ലാം നടക്കുന്നതിൻ്റെ കാരണം, നിങ്ങളെപ്പോലെ കൃപയൊന്നും ഞങ്ങൾക്കില്ലാത്തതിൻ്റെ കാരണം, പരിശുദ്ധാത്മാവൊന്നും ഞങ്ങൾക്ക് ഇല്ല എന്നുള്ള ചിന്തയാൽ, ആ ചിന്ത പറഞ്ഞുകൊണ്ട് ആ തകർന്ന അവസ്ഥയിൽ ജീവിക്കുക. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നിങ്ങൾ യേശുവിനെ രക്ഷകനും നാഥനുമായി സ്വീകരിച്ച ഏറ്റുപറഞ്ഞ നിമിഷം, അഭിഷക്തൻ വന്ന് നിങ്ങളുടെ ശിരസിൽ വിശുദ്ധ തൈലം പുരട്ടി, നെറ്റിത്തടത്തിൽ തൈലം പുരട്ടിയ ആ നിമിഷം,
നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ വിശ്വാസം മാതാപിതാക്കൾ ഏറ്റുപറഞ്ഞ നിമിഷം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ അകത്തേക്ക് വന്നു കഴിഞ്ഞു. നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും, നീ അറിഞ്ഞാലും അറിഞ്ഞില്ലെങ്കിലും യാഥാർത്ഥ്യം അതാണ്. മാത്രമല്ല, സ്റ്റൈലി ലേപനത്തിലൂടെ ഈ പരിശുദ്ധാത്മാവിനെ പരിപോഷിപ്പിക്കുന്ന ക്രിസ്തുവിൻ്റെ പടയാളിയായി, സോൾജിയറായിട്ട് നിന്നെ മാറ്റുന്ന ആ വലിയൊരു ശുശ്രൂഷ അവിടെ നിർവഹിക്കുകയുണ്ടായി. വീണ്ടും പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കുന്ന പ്രവൃത്തിയാണ് ആദ്യ കുർബാന സ്വീകരണത്തിലൂടെ സംഭവിച്ചത്. അപ്പോൾ ഓൾറെഡി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഓരോ വിശ്വാസികളുടെയും ഉള്ളിൽ വസിക്കുകയാണ്. ആ വന്ന പരിശുദ്ധാത്മാവ് എന്നേക്കുമായി ഒരിക്കൽ പോലും ഇറങ്ങിപ്പോകാൻ പറ്റാത്ത വിധത്തിൽ ആ പരിശുദ്ധാത്മാവ് നിന്റെ അകത്ത് വാസമുറപ്പിക്കുകയാണ്. ഈ യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. ഇപ്പോൾ നമ്മൾ ധ്യാനം കൂടുമ്പോൾ ധ്യാനത്തിൻ്റെ അവസാനത്തെ ദിവസം ധ്യാനഗുരു പറയും പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമ്മളിപ്പോൾ നിറഞ്ഞിരിക്കുക. ആ പരിശുദ്ധാത്മാവിനാൽ നമ്മൾ നിറഞ്ഞിരിക്കുക. ഒരാഴ്ച കഴിയുമ്പോൾ നമ്മളോട് തന്നെ നമ്മൾ പറയും ആ അഭിഷേകം പോയി എന്ന്. ഒരു മാസം കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായി പരിശുദ്ധ അഭിഷേകം ഇല്ല എന്ന്. അപ്പോൾ അങ്ങനെ നഷ്ടപ്പെടുത്തി കളയുന്ന ചിന്താഗതികളും കാഴ്ചപ്പാടും വിശ്വാസവുമാണ് നമുക്കുള്ളത്. പക്ഷേ 40 ദിവസങ്ങൾക്ക് മുമ്പ് നിറഞ്ഞ അഭിഷേകം ഇപ്പോഴും തന്നിലുണ്ട്. ആ പരിശുദ്ധാത്മാവ് എൻ്റെ മേലുണ്ട് എന്ന് തറപ്പിച്ച് യേശുക്രിസ്തു പ്രഖ്യാപിക്കുക. ഈ ഒരു കാഴ്ചപ്പാട്, ഈ ഒരു വെളിപ്പാടിലേക്ക്, ഈ ഒരു ഫെയ്ത്തിൻ്റെ ഉന്നത തലങ്ങളിലേക്ക് പ്രിയമുള്ള ദൈവജനമേ നമ്മൾ എന്ന് കടന്നു വരും? നമ്മൾ എന്ന് ഇത് ബോധ്യപ്പെടും? ഇത് നാം എന്ന് ബോധ്യപ്പെടുന്നു, തിരിച്ചറിയുന്നു, അന്ന് മാത്രമേ ആ തലത്തിലുള്ള ഒരു ജീവിതം, ഒരു വിശുദ്ധ ജീവിതം, ഒരു വിശ്വാസ ജീവിതം, ആത്മാവിനുള്ള ഒരു ജീവിതം നമുക്ക് നയിക്കുവാൻ നമുക്ക് സാധിക്കുകയുള്ളൂ. ഇത് ഓരോ കൂട്ടായ്മയിൽ പോകുമ്പോഴും ധ്യാനം കൂടുമ്പോഴും പരിശുദ്ധാത്മാവിനെ നിറയ്ക്കുക, പിന്നെ കുറേ കഴിയുമ്പോൾ ഇറക്കി വിടുക, വീണ്ടും നിറയ്ക്കുക, ഇറക്കി വിടുക. ഹല്ലേലൂയ. അങ്ങനെ ഒരു അവസ്ഥ, മെൻറ്റാലിറ്റി നമ്മളിവിടെ കാണരുത്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലുണ്ട്. ഇത് നമ്മൾ തിരിച്ചറിയേണ്ടത് ആവശ്യമാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരുന്നത് എന്തിനാ? ഈ പരിശുദ്ധാത്മാവ് നമ്മളെ അഭിഷേകം ചെയ്യുന്നത് എന്തിനാ? യേശു ക്രിസ്തു തന്നെ പറയുകയാണ്, ലൂക്കാ 4:18 അതിൻ്റെ ബാക്കി ഭാഗങ്ങളിൽ ഇങ്ങനെ വായിക്കുകയാണ്, കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ ഉണ്ട്. എന്തിനാണ്? ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ. കണ്ടോ? ദരിദ്രരോട് സുവിശേഷം പറയുവാൻ, പീഡിപ്പിക്കപ്പെട്ടവരെ വിട്ടുവിക്കുവാൻ, ബന്ധിതരെ വിട്ടുവിക്കുവാൻ, രോഗികളെ സുഖപ്പെടുത്തുവാൻ, അടിച്ചമർക്കപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കുവാൻ ദൈവത്തിൻ്റെ ആത്മാവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ഒരു ടോർച്ച് അല്ലെങ്കിൽ ഒരു ബാറ്ററി എന്തിനാണ് നമുക്ക് നൽകിയിരിക്കുന്നത്? ടോർച്ചിനകത്തിട്ട് വെട്ടം കാണാൻ വേണ്ടിയിട്ടാണ്. മൊബൈലിനോടൊപ്പം നമുക്കൊരു ചാർജർ തരുന്നത് എന്തിനാണ്? ചാർജർ തരുന്നത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് തന്നിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ്, ഒരു ദൗത്യത്തിന് വേണ്ടിയിട്ടാണ്. ഒരു പ്രത്യേകമായ ദൗത്യം നമ്മെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ദൈവം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. ഓരോ വസ്തുവിനെ കൊണ്ടും ഓരോ ഉദ്ദേശ ലക്ഷ്യമുണ്ട്. ചൂല്, അതിനെക്കൊണ്ടൊരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. കസേര, അതിനെക്കൊണ്ടൊരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്.
എന്തിനാണ് വാച്ച് നമ്മൾ വാങ്ങുന്നത്? അതിന് ഒരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. ദൈവം പരിശുദ്ധാത്മാവിനെ നമുക്ക് എന്തിനാണ് നൽകിയിരിക്കുന്നത്? പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയതിലൂടെ ദൈവത്തിന് നമ്മെക്കുറിച്ച് വലിയൊരു ഉദ്ദേശ ലക്ഷ്യമുണ്ട്. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. നാം ചെയ്തു തീർക്കേണ്ട, നമ്മളിലൂടെ ദൈവം ചെയ്തു തീർക്കേണ്ട, നാം പൂർത്തീകരിക്കേണ്ട, നമ്മെ ഏൽപ്പിച്ച ചില ദൗത്യങ്ങൾ ചെയ്യുവാൻ വേണ്ടിയിട്ടുള്ള ശക്തിയായി, എനർജിയായി, സഹായകനായി ആയിട്ടാണ് ദൈവം ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് നൽകിയിരിക്കുന്നത്. നമ്മൾ ഫ്രിഡ്ജിനകത്ത് എന്തെങ്കിലും വെച്ച് പൂട്ടി വെക്കുന്നത് പോലെ, ലോക്കറിനകത്ത് നമ്മുടെ ആഭരണങ്ങൾ വെച്ച് പൂട്ടി സൂക്ഷിക്കുന്നത് പോലെ അങ്ങ് പൂട്ടി സൂക്ഷിക്കാനുള്ളതല്ല പരിശുദ്ധാത്മാവിനെ. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിലോട്ട് വന്നത് നമ്മിലൂടെ ചില കാര്യങ്ങൾ ദൈവത്തിന് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടാണ്. യേശു എന്താ പറഞ്ഞത്? ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ. ദരിദ്രരെ സുവിശേഷം അറിയിക്കുവാൻ, ബന്ധിതർക്ക് വിട്ടുതൽ കൊടുക്കുവാൻ, രോഗികളെ സുഖപ്പെടുത്താൻ, ദൈവരാജ്യത്തിൻ്റെ സദ്വാർത്ത വിളംബരം ചെയ്യുവാൻ, പ്രഘോഷിക്കുവാൻ വേണ്ടിയാണ് ദൈവം തൻ്റെ ആത്മാവിനെ തൻ്റെ മേൽ അയച്ചത് എന്ന് യേശുവോടെ പ്രഖ്യാപിക്കുക. പ്രിയമുള്ളവരെ, ഈ ശബ്ദം കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നമുക്കുള്ള ദൗത്യവും വ്യത്യസ്തമല്ല. അതേ ദൗത്യം തന്നെയാണ്. പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അപ്പോൾ പുത്രനായ യേശുവിനെ ദൈവം പരിശുദ്ധാത്മാവിനാൽ അഭിഷേകം ചെയ്ത് എന്തിനാണോ അതേ ദൗത്യ നിർവഹണം ഇന്ന് ഈ ലോകത്തിൽ നമ്മിലൂടെ ചെയ്ത് തീർക്കണം ദൈവത്തിന്. അതുകൊണ്ട് പരിശുദ്ധാത്മാവുണ്ട് എന്ന ആദ്യത്തെ തിരിച്ചറിവ് നമുക്കുണ്ടാകുക. രണ്ടാമത്, ഈ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് നൽകിയത് പൂട്ടിവെക്കാനല്ല, കണ്ടാസ്വദിക്കാനല്ല. പിന്നെയോ ഈ പരിശുദ്ധാത്മാവിൻ്റെ സഹായത്താൽ ദൈവത്തിൻ്റെ വേല ചെയ്യുവാൻ, ദൈവവേലയിൽ, ദൈവിക ശുശ്രൂഷയിൽ, പ്രേക്ഷിത ദൗത്യത്തിൽ നമ്മൾ പങ്കാളിയാകണം. നമ്മളിലൂടെ ദൈവത്തിന് ചില വേലകൾ ഈ ലോകത്തിൽ ചെയ്തു തീർക്കാനുണ്ട്. ഹല്ലേലൂയ. യേശു പരിശുദ്ധാത്മാവിനാൽ ശിഷ്യന്മാരെ നിറച്ചിട്ട് ശിഷ്യന്മാർ പറഞ്ഞില്ലേ, പിതാവ് എന്നെ അയച്ചതുപോലെ ഞാനും നിങ്ങളെ അയക്കുന്നു. അയക്കുകയാണ്, ദൗത്യം കൊടുത്തു. അതിനുള്ള എനർജി, പവറാണ് പെന്തക്കോസ്ത ദിവസം സിഹിയോൻ ഊട്ടുശാലയിൽ ഒന്നിച്ചുകൂടി ഈ ശിഷ്യന്മാർ ഈ അഭിഷേകത്തിന് വേണ്ടി, ഈ വാഗ്ദാനമായ ആത്മാവിന് വേണ്ടി അവർ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് കാത്തിരുന്നപ്പോൾ 10ാമത്തെ ദിവസം യേശുവിൻ്റെ മേൽ യോർദാനിൽ ഇറങ്ങിയ അതേ പരിശുദ്ധാത്മാവ് അന്ന് പ്രാവിൻ്റെ രൂപത്തിൽ ഇറങ്ങി വന്നെങ്കിൽ സിഹിയോൻ ഊട്ടുശാലയിൽ തീനാളങ്ങളുടെ രൂപത്തിലാണ് ശിഷ്യന്മാരുടെ മേൽ ഇറങ്ങി വന്നത്. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ നിറഞ്ഞ ഈ ശിഷ്യന്മാർ പിന്നെ അവിടെ ഇരുന്നില്ല. അതുവരെയും വീടിനകത്ത് അടച്ചു പൂട്ടിയിട്ട വീടിനകത്ത് 10 ദിവസവും, ഇന്ന് നാം എല്ലാം വീട് വിട്ടു പോകാതെ, നമ്മളെല്ലാം വീട് വിട്ടു പോകാതെ വീടിനകത്ത് തന്നെ ഇരിക്കുന്ന ഒരു കാലഘട്ടമാണല്ലോ ഇപ്പോൾ. അന്ന് സിഹിയോൻ ഊട്ടുശാലയിൽ ഈ ശിഷ്യന്മാർ അപ്രകാരം തന്നെ ഇരുന്നു. അവർ വീട് വിട്ടു പോകാതെ അതിനകത്ത് ഇരുന്നത് ഒരൊറ്റ ലക്ഷ്യത്തിന് വേണ്ടിയിട്ടാണ്. യേശുവിൻ്റെ മേൽ ഇറങ്ങിയ അഭിഷേകം, ആ ശക്തി, യേശുവിൽ നിന്ന് കേട്ട ആ വാഗ്ദാനം, അത് തങ്ങൾക്കും വേണം എന്നുള്ള ആ അതിയായ വാഞ്ഛയോടെ, ദാഹത്തോടെ അവർ അതിനുവേണ്ടി കാത്തിരുന്നു. ആ അഭിഷേകത്താൽ നിറയുന്നത് വരെ അതിനകത്തിരുന്നു. നിറഞ്ഞു കഴിഞ്ഞ് പിന്നെ ആ അഭിഷേകം നിറഞ്ഞ് അവർക്ക് പിന്നെ അതിനകത്ത് ഇരിക്കാൻ പറ്റിയില്ല. ആ അടച്ചു പൂട്ടിയിട്ട വീടിനകത്ത് അവരെ ഒതുക്കി വെക്കാൻ പിന്നെ അവർക്ക് സാധിച്ചില്ല.
ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് വന്നു കഴിഞ്ഞപ്പോൾ അവർ ശക്തി പ്രാപിച്ചു. സടകുട്ടഞ്ഞ് അവരെഴുന്നേറ്റു. പൂച്ചക്കുട്ടിയെപ്പോലെ പേടിച്ച് ഭയന്നിരുന്ന ആ ശിഷ്യന്മാർ സിംഹക്കുട്ടിയെപ്പോലെ ചാടി എഴുന്നേറ്റ് സമൂഹ മധ്യത്തിൽ പട്ടണത്തിലേക്ക് വന്ന് ഗർജിച്ചുകൊണ്ട് കർത്താവായ യേശു മാത്രമാണ് ഏകരക്ഷകനെന്ന് ഉദ്ഘോഷിക്കുകയാണ്, പ്രഖ്യാപിക്കുകയാണ്. ഈ ധൈര്യം, ഈ ശക്തി, ഈ അഭിഷേകം, ഈ കൃപ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ വന്നു നിറഞ്ഞപ്പോൾ അവർ പ്രാപിച്ചു. അവരിലൂടെ വെളിപ്പെട്ടു സുവിശേഷം. ദേശം മുഴുവൻ, രാജ്യം മുഴുവൻ, പല രാജ്യങ്ങളിലേക്ക് സുവിശേഷം കത്തിപ്പടരാൻ തുടങ്ങി. ഈ 120 ശിഷ്യന്മാരും പല രാജ്യങ്ങളിലേക്ക് ചിതറിക്കപ്പെട്ടു സുവിശേഷവുമായി. ആരാണ് അവരെ നയിച്ചത്? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ. ആദിമ സഭയെ നയിച്ച പരിശുദ്ധാത്മാവ് ലക്ഷോപലക്ഷം വിശ്വാസികളെ രക്തസാക്ഷികളാക്കി മാറ്റിയ പരിശുദ്ധാത്മാവ്. പ്രിയമുള്ളവരെ, ഇന്നും ഈ പരിശുദ്ധാത്മാവ്, അതേ പരിശുദ്ധാത്മാവ്, അതേ ശക്തിയോടെ, അഭിഷേകത്തോടെ നമ്മുടെ ഉള്ളിൽ, എൻ്റെയും നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള ഈ തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. അവർ നിന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നത് ദൈവത്തിൻ്റെ സാക്ഷിയായി മാറാനാണ്. യേശു പറഞ്ഞില്ലേ, ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. അതേ യേശു തന്നെ മറ്റൊരു ഭാഗത്ത് പറയാം, നിങ്ങളും ലോകത്തിൻ്റെ പ്രകാശമാകുന്നു എന്ന്. ഞാൻ ലോകത്തിൻ്റെ പ്രകാശമായതുപോലെ തന്നെ നിങ്ങളും ലോകത്തിൻ്റെ പ്രകാശമാകുന്നു. അപ്പം യേശുവിലൂടെ പരിശുദ്ധാത്മാവ് വെളിപ്പെട്ട് യേശുവിലൂടെ ഏതെല്ലാം ശുശ്രൂഷകൾ ഈ ലോകത്തിൽ, ഈ ഭൂമിയിൽ ചെയ്തുവോ അതെല്ലാം നമ്മിലൂടെ ഇന്ന് ഈ കാലഘട്ടത്തിൽ ചെയ്യുന്നതിന് വേണ്ടിയാണ് അതേ പരിശുദ്ധാത്മാവിനെ, ആമേൻ, ഹല്ലേലൂയ, അതേ പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഉള്ളിലേക്ക് നൽകിയിരിക്കുന്നത്. അപ്പോൾ യേശുവിൻ്റെ മേൽ ഇറങ്ങിയ അതേ അഭിഷേകം, അതേ ശക്തി ശിഷ്യന്മാരിലൂടെ വെളിപ്പെട്ടു, അപ്പസ്തോലന്മാരിലൂടെ വെളിപ്പെട്ടു, ആദിമ സമയിലെ വിശ്വാസികളിലൂടെ വെളിപ്പെട്ടു, രക്തസാക്ഷികളിലൂടെ, വിശുദ്ധന്മാരോട് വെളിപ്പെട്ടെങ്കിൽ അതേ പരിശുദ്ധാത്മാ, അതേ സിം കാർഡാണ് നമ്മുടെ ഉള്ളിലേക്കും പ്രിയമുള്ളവരെ ഇൻസ്റ്റോൾ ചെയ്തിരിക്കുന്നത്. ആമേൻ, ഹല്ലേലൂയ. അതേ പരിശുദ്ധാത്മാവ്, വ്യത്യാസങ്ങളില്ല. അവരിലൂടെ എന്തെല്ലാം വെളിപ്പെട്ടു, അവരിലൂടെ എന്തെല്ലാം ഈ പരിശുദ്ധാത്മാവ് ചെയ്തെടുത്തു, അതെല്ലാം ഇന്ന് ഈ കാലഘട്ടത്ത് നമ്മിലൂടെ ഈ പരിശുദ്ധാത്മാവിന് ചെയ്യുവാൻ സാധിക്കും. നത്തിങ് ഇസ് ഇംപോസിബിൾ വിത്ത് ഗോഡ്. ഹല്ലേലൂയ. കാരണം കാർഡ് ഒന്നായതുകൊണ്ട്, കാരണം ആത്മാവ് ഒന്നായതുകൊണ്ട്. ഹല്ലേലൂയ. ആയതിനാൽ ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ, ഈ പെന്തക്കോസ്ത് നാളിൽ തിരിച്ചറിയേണ്ട ഒരു കാര്യം, നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവിനെ ദൈവം നൽകി കഴിഞ്ഞിരിക്കുകയാണ്. അതിനെ നമ്മൾ ജ്വലിപ്പിക്കണം. പരിശുദ്ധാത്മാവിനെ ജ്വലിപ്പിക്കുന്ന, ഉജ്ജ്വലിപ്പിക്കുന്ന പ്രവർത്തനങ്ങളുണ്ട്. അതിനെക്കുറിച്ച് നമുക്ക് മറ്റൊരു ദിവസം ധ്യാനിക്കാം. നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെ ദൈവം നമ്മുടെ മേൽ നിറച്ചിരിക്കുന്നത്, നൽകിയിരിക്കുന്നത് ദൈവത്തിൻ്റെതായ ദൗത്യങ്ങൾ ചെയ്യുവാൻ വേണ്ടി, നമ്മളിലൂടെ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് ദൈവവേലയിൽ, ദൈവ ശുശ്രൂഷയിൽ, പ്രേക്ഷിത ദൗത്യത്തിൽ ഈ ശബ്ദം കേൾക്കുന്ന ഓരോരുത്തരും ഏതെങ്കിലും വിധത്തിലൊക്കെ പങ്കാളികളാകണം എന്നുള്ളത് പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ്. സോഷ്യൽ വർക്ക് ചെയ്താൽ പോരാ, ചാരിറ്റബിൾ പ്രവൃത്തി ചെയ്താൽ പോരാ. അതൊക്കെ സെപ്പറേറ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. സെപ്പറേറ്റായിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. നാച്ചുറലായിട്ട്, ദൗത്യമായിട്ട്, കടമയായിട്ട് നമ്മളുടെ പുറത്തേക്ക് വരേണ്ട കാര്യം കൊണ്ട് സുവിശേഷ വേല, ദൈവവേല, പ്രേക്ഷിത വേല, യേശുവിനെ ലോകത്തിന് പരിചയപ്പെടുത്തുക, നാച്ചുറൽ പ്രവൃത്തിയാണ് പ്രകാശിക്കുക എന്നുള്ളത്. പ്രകാശിക്കുക, പ്രകാശം,
ഈ സുവിശേഷത്തെ, യേശുവിനെ ലോകത്തിന് സാക്ഷ്യപ്പെടുത്തുക. ഇതാണ് പരിശുദ്ധാത്മാവിനെ ദൈവം നിങ്ങൾക്ക് തന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യം. ഹല്ലേലൂയ. ഈ ഒരു തിരിച്ചറിവ്, ഈ ഒരു അഭിഷേകം നമ്മളിൽ വെളിപ്പെടാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകളെ അടച്ച് ഈ നിമിഷം തന്നെ ദൈവങ്ങളിലേക്ക് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും മാതാപിതാക്കളെയും മക്കളെയും കുഞ്ഞുങ്ങളെയും എല്ലാം സമർപ്പിക്കാം. നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തെ ദൈവങ്ങളിൽ സമർപ്പിക്കാം. കർത്താവേ, നീ ഏറ്റെടുക്കണമേ കർത്താവേ. തെറ്റായ ബോധ്യങ്ങൾ മനസ്സിൽ നിന്ന് മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. പരാജയത്തിൻ്റെ ചിന്തകൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നിരാശയുടെ ചിന്തകൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സംശയങ്ങൾ മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ശരിയായ കാഴ്ചപ്പാടിലേക്ക്, ശരിയായ ബോധ്യത്തിലേക്ക് ഇവരെ നയിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവിക ശക്തിയുടെ അഭിഷേകം ഇവിടെ മേൽ പകരപ്പെടട്ടെ. എല്ലാ മക്കളും ഈ ഇരു കരങ്ങളെ ഉയർത്തി ശക്തമായി സ്തുതിച്ച് പ്രാർത്ഥിക്കുക. യേശുവേ എന്ന് വിളിക്കാം. യേശുവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഓ ഗ്ലോറി, 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 ഗ്ലോറി. വലിയ അഭിഷേകം എല്ലാ മക്കളുമേൽ വ്യാപരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരുടെ ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, ഉള്ളിൽ വസിക്കുന്ന പരിശുദ്ധാത്മാവേ, നീ അവരെ ബലപ്പെടുത്തണമേ, അവരെ ശക്തിപ്പെടുത്തണമേ, അവരെ ബോധ്യപ്പെടുത്തണമേ. നീ അവരോട് സംസാരിക്കണമേ പ്രാർത്ഥിക്കുന്നു കർത്താവേ. അവരുടെ ഹൃദയങ്ങൾ ജ്വലിക്കപ്പെടട്ടെ, അഭിഷേകത്താൽ നിറയട്ടെ, ദൈവകൃപയാൽ നിറയപ്പെടട്ടെ, ആത്മാവിൽ നയിക്കപ്പെടുവാൻ വരട്ടെ പ്രാർത്ഥിക്കുന്നു. അവരുടെ ആന്തരിക കണ്ണുകളെ, അകത്തെ കണ്ണുകളെ നീ തുറക്കണമേ. അകത്തെ മനുഷ്യൻ്റെ കണ്ണുകൾ തുറക്കപ്പെടട്ടെ പ്രാർത്ഥിക്കുന്നു. ബുദ്ധിയിലെ, മനസ്സിൻ്റെ എല്ലാ അന്ധകാരങ്ങളും വിട്ടുമാറട്ടെ. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ കൃപ കരകവിഞ്ഞൊഴുകട്ടെ. ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം ഇവരുടെ മേൽ ജ്വലിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ തിരിച്ചറിവിൽ, ദൈവവേലയിൽ, ദൈവ ശുശ്രൂഷയിൽ പങ്കാളിയാകുവാൻ, എല്ലായിടത്തും നിന്നെ സാക്ഷ്യപ്പെടുത്തുന്ന സാക്ഷിയായി മാറുവാൻ, പ്രേക്ഷിതരായി മാറുവാൻ, പ്രകാശിക്കുന്ന വ്യക്തികളായി മാറുവാൻ കൃപ ഇവരിലേക്ക് ഇപ്പോൾ തന്നെ ഒഴുകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ആരാധന, 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 ആരാധന. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, ആരാധന, ആരാധന. പ്രൈസ് ദി ലോർഡ്. ജീസസ്. ആമേൻ, ആമേൻ, ആമേൻ. പ്രൈസ് ദി ലോർഡ്. ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നമ്മുടെ നാഥൻ ഒലിവുമലയിൽ അന്ന് നൽകിയ മിഷൻ ദൂത് തലമുറ തലമുറ കൈമാറി കെടാതെ ഞങ്ങൾ ഘോഷിക്കും, കെടാതെ ഞങ്ങൾ ഘോഷിക്കും.